നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 5, 2025 ചൊവ്വ. ഇന്ത്യക്കെതിരെ യുഎസ് പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നും പുതിയ പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. അതുകൂടാതെ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം യുഎസിൽ ഡോ ജോൺസ് ഫ്യൂച്ചറൊക്കെ വെള്ളിയാഴ്ച നഷ്ടപ്പെടുത്തിയ 500-ലേറെ പോയിന്റുകൾ ഇന്നലെ തിരിച്ചു പിടിക്കുന്ന കാഴ്ചയും ദൃശ്യമായി തുടങ്ങിയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നമ്മുടെ മാർക്കറ്റിൽ നിലനിൽക്കുമ്പോഴും തുടർച്ചയായി നഷ്ടത്തോടു കൂടിയിട്ടുള്ള രണ്ട് ട്രേഡിംഗ് സെക്ഷനുകൾക്ക് ശേഷം യുഎസിൽ നിന്നും വന്ന വീക്കായ ജോബ് റിപ്പോർട്ടിനെ തുടർന്ന് റേറ്റ് കട്ടിലുണ്ടായ എക്സ്പെക്ടേഷന്റെ ഭാഗമായിട്ട് ഐ.ടി സ്റ്റോക്സിലും മെറ്റൽ സ്റ്റോക്സിലും ഉണ്ടായ റാലിയെ തുടർന്നു. മാത്രമല്ല സ്ട്രോങ് ആയ ഓട്ടോ സെയിൽസ് ഡേറ്റകൾ പുറത്തു വന്നതിനെ തുടർന്ന് ഓട്ടോ സെക്ടറിൽ ഉണ്ടായ റാലിയും ഇന്നലെ നമ്മുടെ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സഹായകമായി. എങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 2566.51 കോടി രൂപയ്ക്ക് ക്യാഷ് മാർക്കറ്റിൽ സെൽ നടത്തുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. തത്സമയം 4386.29 കോടി രൂപയ്ക്ക് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ മാർക്കറ്റിനെ ബൈ നടത്തി സപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം ഇന്ന് നിഫ്റ്റിക്ക് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയാണെങ്കിൽ 24,800, 24,950 എന്നീ ലെവലുകളിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തേക്കാം. 24,950 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ തന്നെയാണ് മുകളിലേക്കുള്ള യാത്രയിൽ. കാരണം ഈ ലെവലിലാണ് നിഫ്റ്റിയുടെ മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50-ഡേ EMA സ്ഥിതി ചെയ്യുന്നത്. ഈ രണ്ട് റെസിസ്റ്റൻസുകളും മറികടന്ന് നിഫ്റ്റിക്ക് വീണ്ടും മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ 25,000 എന്ന ലെവലില് സൈക്കോളജിക്കലിയും ക്രൂഷ്യലായിട്ടും നിഫ്റ്റിക്ക് റെസിസ്റ്റൻസ് ഫേസ് ചെയ്തേക്കാം. മാത്രമല്ല നിഫ്റ്റിയില് 24,950 എന്ന ലെവൽ മറികടന്നുകൊണ്ട് ആ ലെവലിന് മുകളിലായിട്ട് നിഫ്റ്റി നിലനിൽക്കാത്തോടത്തോളം നിഫ്റ്റിയിലെ ട്രെൻഡ് ബിയേഴ്സിന് ഫേവറബിൾ ആയിരിക്കാം. അതേസമയം നിഫ്റ്റിയിൽ ഒരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 24,550, 24,500 ലെവലുകൾ സൈക്കോളജിക്കലിയും ക്രൂഷ്യലിയും സപ്പോർട്ടുകളായിട്ട് മാറിയേക്കാം. ഇനി 24,500 എന്ന ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെട്ടേക്കാമെന്നുമാണ് അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയും വിലയിരുത്തൽ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊക്കെ അനലിസ്റ്റുകളുടെ അഭിപ്രായങ്ങളാണ്, മാർക്കറ്റാണ്. മാർക്കറ്റിൽ ഒരു കാര്യങ്ങളും കോൺക്രീറ്റ് അല്ല. കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം. അതുകൊണ്ട് തന്നെ അനുചിതമായ സ്റ്റോപ്പ് ലോസോ അല്ലെങ്കിൽ മാർക്കറ്റ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ പൊസിഷൻസിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. എങ്കിൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ള കാര്യം കൂടി ഓർമ്മയിൽ വയ്ക്കുക. US പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തില് അദ്ദേഹം സൂചനകൾ നൽകിക്കൊണ്ട് കുറിക്കുകയുണ്ടായി. US ഇന്ത്യയുടെ മേലുള്ള താരിഫ് ഗണ്യമായി വർദ്ധിപ്പിച്ചേക്കാം. കാരണം റഷ്യയിൽ നിന്നും ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങി ഉപയോഗിക്കുന്നു. അതുകൂടാതെ ഇന്ത്യ അത് മറ്റുള്ള രാജ്യങ്ങൾക്ക് മറിച്ചു നൽകിക്കൊണ്ട് സാമ്പത്തിക നേട്ടം നേടുന്നു. ഈ നടപടിയുടെ ഫലമായിട്ട് ഇന്ത്യക്കെതിരെ ഗണ്യമായ താരിഫ് വർധനവ് അമേരിക്ക നടപ്പിലാക്കുമെന്നുള്ളൊരു സൂചനകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഫലമായിട്ട് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാകാൻ പോകുന്ന ചലനങ്ങൾ കണ്ടു തന്നെ അറിയണം. ഭാരതി എയർടെൽ, അദാനി പോർട്സ്, ലുപിൻ, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്, അലംബിക് ഫാർമസ്യൂട്ടിക്കൽസ്, ബർജർ പെയിന്റ്സ് ഇന്ത്യ, ഭാരതി ഹെക്സാകോം, കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, എക്സൈഡ് ഇൻഡസ്ട്രീസ്, ഗ്ലാൻഡ് ഫാർമ, ഗുജറാത്ത് ഗ്യാസ്, ജിന്ദാൽ സോ, NCC, പ്രസ്റ്റേജ് പ്രൊജക്ട്സ്, കെയ്ൻസ്റ്റോൺ റിയൽറ്റേഴ്സ്, ടോറന്റ് പവർ തുടങ്ങി പ്രധാനപ്പെട്ട കമ്പനികൾ ഇന്ന് അവയുടെ Q1 ഏർണിങ്സ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആനന്ദ് രാജീവിനെ ഇൻഡസ് ഇൻഡ് ബാങ്കിന്റെ MDയും CEOയുമായിട്ട് അപ്പോയിന്റ് ചെയ്യുവാനുള്ള അപ്രൂവൽ RBIയുടെ ഭാഗത്ത് നിന്നും നൽകി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അഡ്ഫിൻ പേടിഎമ്മിലുള്ള 5.84% വരുന്ന സ്റ്റേക്കുകൾ ബ്ലോക്ക് ഡീൽ വഴി വിറ്റഴിക്കുക ആണെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. 3,800 കോടി രൂപ മൂല്യം വരുന്ന സ്റ്റേക്കുകളായിരിക്കും ബ്ലോക്ക് ഡീൽ വഴി വിറ്റഴിക്കുക. ഇന്നലെ ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ഇൻഫോസിസ് ഒഴികെ മറ്റെല്ലാ ADR സ്റ്റോക്സും നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് ഗ്ലോബൽ ഇവന്റ്സ് ആണ് നിലനിൽക്കുന്നത്. വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 6 മണിയോടുകൂടി കാനഡയിൽ നിന്നും ബാലൻസ് ഓഫ് ട്രേഡ് ജൂൺ മാസത്തെ റിലീസ് ചെയ്യുന്നുണ്ട്.
7:30യോടുകൂടി യുഎസിൽ നിന്നും ISM സർവീസ് PMI ജൂലൈ മാസത്തെയും റിലീസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. വീക്കായ ജോബ്സ് റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് റേറ്റ് കട്ടിലുണ്ടായ എക്സ്പെക്ടേഷൻ വർദ്ധിക്കുകയുണ്ടായി. തൽഫലമായി വെള്ളിയാഴ്ച ഡോ ജോൺസ് ഫ്യൂച്ചറിൽ നഷ്ടമായ പോയിന്റുകളൊക്കെ ഇന്നലെ ഡോ ജോൺസ് ഫ്യൂച്ചറിൽ വീണ്ടും നേടിയെടുക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. തൽഫലമായി S&P 500നും നാസ്ഡാക്കിനൊക്കെ ഇന്നലെ വലിയ നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം തുടരുന്നു. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ 6 ആഴ്ചയിലുണ്ടായിരുന്ന നഷ്ടം നികത്തുന്ന കാഴ്ചയാണ് ഇന്നലത്തെ നേട്ടത്തോടു കൂടി യൂറോപ്യൻ മാർക്കറ്റ്സിൽ ദൃശ്യമാകുന്നത്. തൽഫലമായി ഇന്നലെ UK, ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾക്കും നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നിലവിൽ 77 പോയിന്റുകളുടെ നഷ്ടമാണ് ദൃശ്യമാകുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ നിലവിൽ ജപ്പാൻ മാർക്കറ്റും കൊറിയൻ മാർക്കറ്റും നിലവിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇരു മാർക്കറ്റുകളും നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം തുടരുന്നു. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെൻ ക്രൂഡിലും ക്രൂഡ് ഓയിലിലും ഇടിവ് തുടർന്നുകൊണ്ടിരിക്കുന്നു. തത്സമയം ഗോൾഡിൽ നേരിയ ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് സ്പെസിഫിക് ആയിട്ട് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.84 എന്ന നിലയിലും മാക്സ് പെയിൻ 24,700 എന്ന നിലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്നലത്തെ റാലിയോടുകൂടി നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ ബുള്ളിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് പുൾ ബാക്ക് റാലിയുടെ ഭാഗമായിട്ട് ദൃശ്യമാകുന്നത്. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നതെങ്കിലും 25,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ്. 24,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,600 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് ദൃശ്യമാകുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.84 ആയിട്ട് നിലനിൽക്കുന്നു. മാക്സ് പെയിൻ 56,000 എന്ന നിലയിലും. ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ സ്മോൾ ഗ്രീൻ കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് ദൃശ്യമാകുന്നതെങ്കിലും അപ്പർ ആൻഡ് ലോവർ ഷാഡോസ് ഡെയിലി ചാർട്ട്സിൽ ദൃശ്യമാകുന്നുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും ഇടയിലുള്ള ഇൻഡിസിഷനെ തന്നെയാണ്. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 57,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്കും പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 55,600 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് ദൃശ്യമാകുന്നത്. തത്സമയം 55,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് ദൃശ്യമാകുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. അരബിൻഡോ ഫാർമ പ്രോഫിറ്റിൽ 10.2% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 918.2 കോടി രൂപയിൽ നിന്നും 824.2 കോടി രൂപയിലേക്ക് ചുരുങ്ങി. തത്സമയം റവന്യൂവിൽ 4% വർധനവ് രേഖപ്പെടുത്തി. ബോഷ് പ്രോഫിറ്റ് 140% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 465.4 കോടി രൂപയിൽ നിന്നും 1,115.3 കോടി രൂപയായി ഉയർന്നു. തത്സമയം റവന്യൂവിലും 10.9% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. സീമെൻസ് എനർജി ഇന്ത്യ പ്രോഫിറ്റിൽ 80% വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 146 കോടി രൂപയിൽ നിന്നും 263 കോടി രൂപയായി ഉയർന്നു. റവന്യൂവിലും 20% ഉയർച്ച രേഖപ്പെടുത്തി. DLF പ്രോഫിറ്റിൽ 18.1% വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 645.6 കോടി രൂപയിൽ നിന്നും 762.7 കോടി രൂപയായി ഉയർന്നു. തത്സമയം റവന്യൂവിലും 99.4% വർധനവ് രേഖപ്പെടുത്തി. ഗോഡ്ഫ്രൈ ഫിലിപ്സ് ഇന്ത്യ പ്രോഫിറ്റ് 55.9% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 228.6 കോടി രൂപയിൽ നിന്നും 356.3 കോടി രൂപയായി ഉയർന്നു. തത്സമയം റവന്യൂവിലും 36.5% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. GPT ഇൻഫ്രാ പ്രൊജക്ട്സ് പ്രോഫിറ്റിൽ 40% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 16.8 കോടി രൂപയിൽ നിന്നും 25.5 കോടി രൂപയായി ഉയർന്നു. തത്സമയം റവന്യൂവിലും 29.3% ഉയർച്ച രേഖപ്പെടുത്തി. ആസാദ് എഞ്ചിനീയറിംഗ് 73.6% ഉയർച്ച പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിക്കൊണ്ട് 17.1 കോടി രൂപയിൽ നിന്നും 29.7 കോടി രൂപയായിട്ട് ഉയർന്നു. തത്സമയം റവന്യൂവിലും 39.3% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.